ഹലോ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ നമുക്കറിയാം നമ്മുടെ CUETയുടെ ഫൈനൽ ആൻസർ കീ എന്നുള്ളത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഫൈനൽ ആൻസർ കീ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സന്തോഷിച്ച ഒരു സമയമായിരുന്നു. എന്തെന്നാൽ പല പ്രോസസ്സുകളും, അതായത് ഇനി അങ്ങോട്ട് വരാനുള്ള പ്രോസസ്സുകളെല്ലാം സമയാസമയം കൃത്യമായിട്ട് പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സന്തോഷിച്ചിട്ട് ആൻസർ കീ ഒക്കെ എടുത്ത് നോക്കിയെങ്കിൽ പോലും ഇന്നലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ദുഃഖകരമായിട്ടുള്ള വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്തത്, നമ്മുടെ കുട്ടികൾക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്തത്, നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. നമ്മളുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ ഗ്രൂപ്പാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള കുട്ടികൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ നമ്മുടെ ഈ ഇത് വന്നതിന് ശേഷം, നമ്മുടെ ആൻസർ കീ വന്നതിന് ശേഷം ആ ആൻസർ കീയിൽ പോലും വീണ്ടും തെറ്റുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾ വീണ്ടും കണ്ടുപിടിച്ചു. അങ്ങനെ നോക്കിയിട്ട് ഇതാ 1, 2 തെറ്റല്ല, ഇഷ്ടംപോലെ തെറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇനി എന്താ ചെയ്യുക? എന്നൊരു ചോദ്യവുമായിട്ട് വീണ്ടും നമ്മുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ, നമുക്കിനി വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത്, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് CUETയുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നത് മാത്രമാണ്. അത് നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ഇതിൽ നിങ്ങൾക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നേടാൻ വേണ്ടി കഴിയത്തില്ല. അതേസമയം നിങ്ങൾ സ്റ്റുഡൻറ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്, മെയിൻ പവർ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. എങ്ങനെ ചെയ്യാൻ വേണ്ടി? ഇത് നിങ്ങൾ CUETയിലോട്ട് എത്തിക്കുക. ഇത് നിങ്ങളുടെ CUETയിലും അതുപോലെ കൂടാതെ ഇത് ഉന്നത അധികാരികളിലോട്ട് നിങ്ങൾ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം ഉന്നത പൊസിഷൻസിലുള്ള ഏതെങ്കിലും ഒരാളിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു മിസ്റ്റേക്ക്, CUETയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക്, ഇതൊന്ന് NTA, നമ്മുടെ NCERTയിലുള്ള ഒരു ആൻസർ, അതിന്റെ അതേ വരികൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഡോക്യുമെന്റ് പോലെ അവർക്ക് ചാലഞ്ച് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് പോലും CUETയുടെ ഭാഗത്തു നിന്ന് ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. നമ്മൾ CUETയുടെ ഒഫീഷ്യൽസിന്, നമ്മുടെ CUETയുടെ ഹെൽപ്പ് ലൈനിലോട്ട് വിളിച്ചായിരുന്നു, പല മെയിലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അവസാനം CUETയുടെ നമ്മുടെ ഹെൽപ്പ് ലൈനിലോട്ട് വിളിച്ചപ്പോൾ അവർ നമുക്ക് തിരിച്ചു തന്ന റിപ്ലൈ എന്ന് പറയുന്നത്, ഇത് ഞങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ബന്ധവുമില്ല. പിന്നെ നമുക്ക് പിന്നെ ആരോടാണ് നമുക്ക് ഹെൽപ്പ് ലൈൻ, നമ്മുടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിരിക്കുന്നത്. ആ നമ്പറിലോട്ട് നമ്മൾ വിളിക്കുമ്പോൾ അവർ നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടി തരാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് തന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ, ഇതും നമ്മളും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ബന്ധമില്ല. നിങ്ങൾ വേണമെങ്കിൽ മെയിൽ ചെയ്തോളൂ. ഫൈനൽ ആൻസർ കീ ആണ് റിലീസ് ചെയ്തത്. ഇനി നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റമൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അവർ തന്നത്. പൊതുവെ അങ്ങനെ തന്നെയാണ്. ഫൈനൽ ആൻസർ കീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറ്റം വരാറില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ CUETയുടെ ഭാഗം, നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാകും, ഇഷ്ടംപോലെ മിസ്റ്റേക്സ്. ഓക്കെ, ഇഷ്ടംപോലെ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് 300, 400 കിട്ടേണ്ട, നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള PCBയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സ് എഴുതിയ കുട്ടികൾ, ബാക്കി ലാംഗ്വേജസ് എഴുതിയ കുട്ടികൾക്ക് 300 to 400 മാർക്സ് കിട്ടേണ്ട ഒരു കുട്ടിക്ക് മാർക്ക് വന്നപ്പോൾ കണ്ടത് എത്രയാ, 100 ആൻഡ് സംതിങ് ആണ്. അതായത് അത്രമാത്രം മിസ്റ്റേക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ CUETയുടെ ആൻസർ കീയിൽ, പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തിട്ട്, നമ്മുടെ ഇവിടെ വന്നപ്പോഴേക്കും, നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴേക്കും ഇതെല്ലാം ഓക്കെ ആവും. നമ്മൾ ചാലഞ്ച് ചെയ്ത് ₹200 പ്ലസ് അടച്ചു, ഒരു ക്വസ്റ്റ്യന് ₹200 വെച്ച് അടച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചാലഞ്ച് ചെയ്തിട്ട് പോലും നമ്മുടെ CUETയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള, CUETയുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ, ഒരു ആൻസർ കീ എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്തു, വളരെ ഡിപ്രസ്ഡ് ആണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ചാറ്റ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ കുട്ടികളൊക്കെ വളരെയധികം നമ്മുടെ കുട്ടികളോട് എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവർക്ക് മെയിൽ അയച്ചു കൊടുത്തിട്ട് ആ മെയിൽ ID യിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മെയിൽ ID നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെയിൽ ID കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെയിൽ ID കാണാം. ഓൾസോ നിങ്ങൾക്ക് 2 നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിലോട്ട് വിളിക്കുക. നിങ്ങൾ മാക്സിമം അവരെ ശല്യം ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാം, നിങ്ങളുടെ അവകാശമാണിത്. നിങ്ങൾക്ക് ഇത്രയും പഠിച്ച് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു എക്സാം എഴുതി. ആ എക്സാം പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഫേവറായിട്ട് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക. നിങ്ങൾ അവരെ മാക്സിമം വിളിച്ച് ടോർച്ചർ ചെയ്യുക. എന്നാൽ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു പിന്നോക്ക പോക്ക് എന്ത് ചെയ്യത്തില്ല, നടന്നു തരത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ചെയ്യുക. ഓക്കെ, മാക്സിമം ഇപ്പോഴേ നിങ്ങൾ ട്രൈ ചെയ്യുക. മാക്സിമം CUETനെ ടോർച്ചർ ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് അറിയാവുന്ന ഹയർ ഒഫീഷ്യൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിലോട്ട് ഈ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഓൾസോ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.
എന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹയർ ഓഫീസേഴ്സിന് അറിയത്തില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് അറിയാമെങ്കിൽ അവരെന്ത് ചെയ്യുക, നെക്സ്റ്റ് ആളുകളോട് ഷെയർ ചെയ്യട്ടെ. അങ്ങനെ ഈ ഒരു ഇഷ്യൂസ് ആരെങ്കിലും ഒന്ന് റേസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ ഒരു നീതി ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഇതോടെ അങ്ങ് ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, അത് പിന്നെ ആരും ആ കാര്യത്തിലോട്ട് എന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഇത് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിക്കുക. ഓൾസോ പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നാൽ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൻ്റെ റെക്കമെൻഡേഷൻ കൂടുക. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇത് തനിയെ റെക്കമെൻഡേഷൻ ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.